അമ്മ മാതാവിനും ഈശോനാഥനും എൻ്റെ 1000 സ്തുതി. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സങ്കടങ്ങൾ നീക്കാൻ അമ്മ മാതാവ് ഞങ്ങളിലേക്ക് ഈശോയുമായി ഓടിയെത്തിയതിന് 1000 നന്ദി. എൻ്റെ പേര് റീന. ഞാൻ കുറവലങ്ങാട് മർത്താമറിയം ഫൊറാന ചർച്ചിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് മാത്യു. ഞാൻ 2025 ജനുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് ഓൺലൈൻ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു. ഞാൻ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ ഒരു ജോലിക്കായിട്ട് ഇസ്രയേലിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ ബാധ്യതകൾ കുന്നുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാൻ ഇസ്രയേലിലേക്ക് പോയത്. ഇസ്രയേലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒത്തിരി ഉടമ്പടി പത്രങ്ങൾ എൻ്റെ കൈകളിലെത്തിയിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ പേജ് നോക്കും, ആ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്കലൊന്ന് പോയിരുന്നെങ്കിൽ എനിക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമായിരുന്നല്ലോ എന്ന്. പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് അതിനോട് പറയുമ്പോൾ അന്ന് എന്നോട് ചോദിക്കും, നമ്മൾ മാതാവിൻ്റെ ഇടവകയിലല്ലേ, മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കുറവിലങ്ങാട് ഇടവകയിലല്ലേ നമ്മൾ, ആ മാതാവിനെ വിട്ട് നീ വേറെ ഇങ്ങോട്ടാണ് പോകുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, മാതാവ് പലയിടങ്ങളിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ഓരോ സ്ഥലത്തും ഓരോരോ അനുഗ്രഹങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എനിക്കും അമ്മ മാതാവിനെ കാണുന്ന കൃപാസനത്തിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എൻ്റെ അടുത്തൊരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് അവധിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നിട്ട് ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് മാതാവിനെ ഒന്ന് കാണണം, കൃപാസനത്തിലൊന്ന് പോയാലോ എന്ന് ഓർത്തുകൊണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ ചേച്ചി കട പൂട്ടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള എൻ്റെ പേപ്പറുകളൊക്കെ ശരിയാകുകയും ഞാൻ ബോംബെക്ക് ഇൻ്റർവ്യൂവിനായിട്ട് പോവുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് ചെന്നതിന് ശേഷം എനിക്ക് ഇംഗ്ലീഷ് ഒത്തിരി സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൊത്തം കാര്യങ്ങളും മാതാവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ബോംബെയിൽ അവിടെ ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അവിടെ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പോയി പങ്കുചേരും. കുർബാനയിൽ മുട്ടുകുത്തി നിന്ന് കുർബാന കൂടിയിട്ട് ആൾത്താരയിൽ മാതാവിനോട് പറയും, ഓരോ ദിവസവും ചെയ്യുന്ന എൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അമ്മ മാതാവ് കേൾക്കണേ, എനിക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എൻ്റെ അവിടെ ഏജൻസി നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴേ അവർ ചോദിക്കുമ്പോഴേ ഞാനാണെങ്കിൽ പകച്ചു പോകും. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ അവിടുത്തെ സിസ്റ്റർമാരോട് പറയും, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. സിസ്റ്റർ പറയും, നിൻ്റെ അപേക്ഷ മാതാവ് തള്ളിക്കളയില്ല, നിന്നെ സഹായിക്കാൻ ഓടിയെത്തും. അങ്ങനെ ഏജൻസിയിലുള്ള എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് എംബസിയിലുള്ള ഇൻ്റർവ്യൂവിന് പോകാനുള്ള എൻ്റെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാനാണ് എൻ്റെ ഹസ്ബൻഡും വന്നു, ഞങ്ങൾ രണ്ടുപേരും എന്നും പോയി കുർബാനയിൽ പങ്കുചേരും. ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ വരണം. ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പോകുമ്പോൾ ഫെയിലാകുന്നത് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ മാതാവേ നിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നീ ആയിരിക്കണം ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത്, നിൻ്റെ മുഖത്ത് നോക്കിയാണ് അവർ ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് നൽകേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും പറഞ്ഞു, നിൻ്റെ കൂടെ മാതാവ് വരും. എൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ അവൾ പറയും, നിൻ്റെ കൂടെ മാതാവ് വരും എന്ന് അവരെന്നെ ധൈര്യം പിടിഞ്ഞു എന്നെ വിട്ടു. ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു. അവിടെ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന മാഡത്തിൻ്റെ പേര് റീന. മാഡത്തിന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നും. അപ്പം ഞാൻ നോക്കുമ്പോൾ മാതാവ് തൊട്ട് മുറകിൽ വെള്ള കളറുള്ള കാപ്പ ധരിച്ച് അതിൽ നീല ബോർഡറുള്ള ആ വസ്ത്രമണിഞ്ഞാണ് മാതാവ് നിൽക്കുന്നത്. എനിക്ക് വളരെയേറെ സന്തോഷമായി. ഞാൻ വിളിച്ച എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം വന്നു നിന്നുകൊണ്ട് എനിക്ക് മാതാവിനെ നോക്കി സംസാരിക്കാൻ സാധിച്ചു. അവരെന്നോട് അധികം ക്വസ്റ്റ്യനുകളൊന്നും ചോദിച്ചു പോലുമില്ല. 2-3 ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. എനിക്ക് ഒരെണ്ണത്തിൻ്റെ 2 ആൻസർ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അവരെന്നോട് പറഞ്ഞു, സാരമില്ല, അവിടെ ചെന്നാൽ നീ എല്ലാം ശരിയാകും, നീ അവിടെ പോയി ജോലി നോക്കുക, നിൻ്റെ ഹസ്ബൻഡിന് സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നിനക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് കേൾക്കുന്നതെല്ലാം മനസ്സിലാവും, തിരിച്ചെനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. അപ്പം ഞാനും പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാനത് എൻ്റെ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുത്തു. ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി 2-3 ദിവസത്തിനുള്ളപ്പോൾ എൻ്റെ വിസയും വന്നു, എനിക്ക് പോകാൻ വന്നു.
ഞാൻ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എൻ്റെ ബാധ്യതകൾ കാരണം ഞാനതെല്ലാം പിടിച്ചു നിന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, കുടുംബം, എല്ലാ കാര്യങ്ങളും മാതാവ് തന്ന ജോലി ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ മാതാവ് പറയാതെ ഞാനത് ഉപേക്ഷിക്കില്ല എന്ന്. അങ്ങനെ ഞാൻ 1 വർഷം പിടിച്ചു നിന്നു. അപ്പോൾ എന്നെ സഹായിക്കാൻ മാതാവ് ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് കയറുന്ന അപ്പം തൊട്ട് ഓരോരുത്തരെ എനിക്കായി നിശ്ചയിച്ചു. ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെയായാലും അവിടെ ഒരാൾ എനിക്ക് മുമ്പേ പോയൊരു കൂട്ടുകാരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ആരും അറിയാത്ത ഇവിടുന്ന് ഞാൻ എൻ്റെ കുറവലങ്ങാട് പ്രദേശത്ത് നിന്ന് കോട്ടയം വരെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഞാൻ തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്ത് ചെല്ലുകയും അവിടെ ആ എയർപോർട്ടിൽ നിന്ന് 4.5 മണിക്കൂർ യാത്ര ചെയ്ത് വേറൊരു ലെബനോൻ്റെ അതിർത്തിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ അരക്കുപ്പി വെള്ളം മാത്രം, എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴാണെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് മെഡിസിൻ തന്ന അവിടെയുള്ള ഒരു കൊച്ചിന് ഒരു മെഡിസിൻ തന്നു വിട്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ പേരും റീന. അപ്പോൾ ആ കൊച്ചെന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, നീ എവിടെ നിന്നെങ്കിലും എനിക്ക് ഇത്തിരി ഭക്ഷണം മേടിച്ച് തരുമോ, ഞാൻ വരുമ്പോൾ പൈസ നിനക്ക് തരാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ വിശന്നാലും എങ്ങും ഇറങ്ങരുത്, ആ ബസ്സിൽ നിന്ന് ഇറങ്ങരുത്, ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങും പോകാൻ അറിയില്ല, അതുകൊണ്ട് നീ ബസ്സിൽ നിന്ന് ഇറങ്ങരുത്, നീ ആണെങ്കിൽ ബസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ നിന്നെ കാത്തു നിൽക്കും, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുത്തരും. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ഭക്ഷണവും വെള്ളവുമായിട്ട് അവരവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അത് മെഡിസിൻ കൊടുത്തു, തിരിച്ച് എൻ്റെ ഏജൻസി തന്നെ എൻ്റെ ജോലിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 5 ജോലിക്ക് ആളെ നിന്നിട്ട് ഒരാൾ പോലും അവിടെ നിൽക്കാത്തൊരു ജോലിയിലാണ് ഞാൻ ചെന്ന അന്ന് തൊട്ട് തന്നെ ആ എംപ്ലോയർ ഭയങ്കര ക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു. നമുക്ക് ഫുഡ് തരാനോ അങ്ങനെയൊന്നും അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പോഴാണെങ്കിൽ എനിക്കവിടെ 8 മലയാളികളെ, ഞാൻ താമസിക്കുന്ന ഒരു കിബൂട്ട്സ് ആയിരുന്നു, അവിടെ ഒരു 8 മലയാളികളെ എനിക്കായി മാതാവ് കരുതി വെച്ചു. അതിൽ 2 പേര് എൻ്റെ ഇടതും വലതും എന്ന പോലെ എൻ്റെ സഹായത്തിന് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ എംപ്ലോയർ ഭക്ഷണം തന്നില്ല എങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് ജനലിൽ കൂടെ കൊണ്ട് തന്നു വരുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ എംപ്ലോയറെ ഒന്ന് എടുത്തു പൊക്കിയപ്പോൾ എൻ്റെ നടുവൊന്ന് വെട്ടി. എനിക്കാണെങ്കിൽ അപ്പം തന്നെ ഞാൻ അവിടെ തല കറങ്ങി വീണു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, ഓടി എത്തണമേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ എംപ്ലോയർ തന്നെ അവിടുത്തെ ഒരു മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് തല കറങ്ങി വീണു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എൻ്റെ കൂട്ടുകാരികളെ പറഞ്ഞു വിട്ട് അവരെനിക്ക് ശുശ്രൂഷ തന്നു. ഒരാഴ്ച എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അവർ എന്നെ ശുശ്രൂഷിക്കുകയും എനിക്ക് ഫുഡ് തരികയും എന്നെ സുഖമാക്കുകയും ചെയ്തു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം ആ എംപ്ലോയർ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചു വിടാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവം, എൻ്റെ ബാധ്യതകൾ മുന്നിൽ കിടക്കുക, എനിക്ക് തന്നെ പോയൊരു ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു കരുത്തില്ല, മാതാവ് എന്നെ നീ സഹായത്തിന് വരണമേ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ഞാൻ 2022 ഡിസംബറിൽ ഞാൻ ബെത്ലഹേം, ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി. ഇസ്രായേലിലെ എല്ലാ ദേവാലയങ്ങളിലും തന്നെ സന്ദർശിക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടി. ആ നസ്രത്ത്, കാനായ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും. അങ്ങനെ ഡിസംബറിൽ ഞാൻ ബെത്ലഹേമിലൊന്ന് പോകണമെന്ന് ഓർത്ത് സന്തോഷിച്ച് ബെത്ലഹേമിൽ പോയി. തിരിച്ചും ബസ്സിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് കുറേ കൂട്ടുകാരുണ്ട്, മലയാളികളെല്ലാം നടന്നു പോകുന്ന വഴിക്ക് അമ്മ മാതാവ് എനിക്കൊരു ക്ഷണപത്രിക അവിടെ കൊണ്ടുപോയിട്ടു. അതാണ് കൃപാസനം പത്രം. ആ നിലത്ത് കിടക്കുന്ന കണ്ട് ഞാനും കടന്നു പോകുന്നതാണ് ആ വഴികളിലൂടെ. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പത്രം കിടക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, കൃപാസനം പത്രം, ഇത് മാതാവിൻ്റെ പത്രമാണല്ലോ, മലയാള എഡിഷനാണല്ലോ. ഞാൻ തിരിച്ച് തന്ന പത്രം നെഞ്ചോട് ചേർത്ത് വെച്ചു. ഞാൻ ഓർത്തു, മാതാവ് എന്നെ ക്ഷണിക്കാനായിട്ട് ഇവിടെ എത്തി എന്നോർത്തു. ഞാനത് എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ വായിച്ചില്ല. ഞാൻ അന്ന് തൊട്ട് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും, ഞാൻ എങ്ങോട്ട് നോക്കിയാലും എൻ്റെ ഭിത്തികളിൽ മാതാവിനെ എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ മാതാവിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് എഴുന്നേക്കും, ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കും. എൻ്റെ എല്ലാ സങ്കടങ്ങളിലും മാതാവിന് ഞാൻ ഭാഗഭാക്കായി. ഒരു 1-2-3 മാസങ്ങൾക്ക് ശേഷം എനിക്ക് കൊന്ത ചെല്ലാൻ സാധിക്കാതെ വരുന്നു. പൈശാചിക ശക്തി എന്നിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു. മാതാവ് എന്നിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റാതെ വന്നു. അപ്പോൾ ഞാൻ കൊന്ത ഉപേക്ഷിച്ച് പോയോ എന്നോർത്തോടെ ഞാൻ കരഞ്ഞു. ആ സമയത്താണ് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്താണ് എൻ്റെ ജോലി നഷ്ടപ്പെടാൻ വേണ്ടിയിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി സോണിയ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, പല പ്രാവശ്യം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ഉടമ്പടി എടുക്കുക. അപ്പോൾ ഞാൻ പറയും, ഞാനും മാതാവിൻ്റെ ഒരു പള്ളിയിൽ നിന്നല്ല വരുന്നത്, എനിക്ക് മാതാവിനെ കൂടുതൽ അറിയാം, എൻ്റെ മാതാവാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് ഞാൻ പറയുമായിരുന്നു. ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് തന്നെ ഒരു ഉടമ്പടി എടുക്കുക. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു 2023 ജൂൺ 6-ാം തീയതി.
ഉച്ചയ്ക്ക് 1:30 ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞു, സോണി എനിക്ക് ഉടമ്പടി എടുക്കാതെ പറ്റത്തില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജോലി വേണം, എനിക്ക് ഉടനെ തന്നെ മാറിപ്പോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൾ എനിക്ക് ഫോണിലൂടെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ചു. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞുങ്ങളാണ്. അമ്മ മാതാവ് തന്നെ കരുതണമേ, എൻ്റെ മാതാപിതാക്കളെ കരുതണമേ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് 6 മാസം ഈ ജോലിയിൽ തുടരണം. 6 മാസത്തിന് ശേഷം നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ജോലി കളഞ്ഞു. എനിക്ക് ആ സമയത്ത് എനിക്ക് വേറൊരു ജോലിയിൽ തുടരാൻ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നീ എന്നെ ശക്തിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഒക്ടോബറിൽ യുദ്ധം പൊട്ടി പുറപ്പെടുത്തത്. അവിടുന്ന് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് മാറ്റുകയും ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു മുറിയിലാണ് ഞാനും എൻ്റെ എംപ്ലോയറും താമസിക്കുന്നത്. അവർ ഭയങ്കര ക്രൂരമായിട്ട് എന്നോട് പെരുമാറാൻ തുടങ്ങി. അത് ഞാൻ പിടിച്ചു നിന്നു. അതിനുശേഷം വേറൊരു ഹോട്ടലിലേക്ക് മാറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഫാൻ ഇടുകയോ AC ഓണാക്കുകയോ, ഒരു ഭയങ്കര കൊടും തണുപ്പാണ്, അവർക്ക് മാത്രമായിട്ട് ചൂട് പകർന്ന് കിട്ടും, എനിക്ക് കിട്ടത്തില്ല. എനിക്കൊരു ഫോൺ വിളിക്കാൻ സൗകര്യമില്ല, ഫോണൊന്ന് ബെല്ലടിച്ചാൽ പോലും ഒരു ചുമയ്ക്കാൻ പോലും ഒരു സമയം തരത്തില്ല. അങ്ങനെ അതെല്ലാം എപ്പോഴും ഷൗട്ടിങ്ങാണ്. അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് അവരുടെ മോനോട് വിളിച്ചു പറഞ്ഞു, ഒരു രാത്രി, ഇവളെ എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് തളർന്നു പോയി. എൻ്റെ മാതാവ്, ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഒരു ബസ് കയറിപ്പോയി ഒരു ജോലി കണ്ടുപിടിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലല്ല യുദ്ധകാലം എന്നോർത്ത് ഞാൻ കരഞ്ഞു. ഒരു ഞായറാഴ്ചയാണ് എൻ്റെ ഫാമിലി എന്നോട് വിളിച്ചു പറഞ്ഞു, റീനെ, നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നീ വേറൊരു ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞതുമല്ലേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മ ഒട്ടും സമ്മതിക്കത്തില്ല, നീ ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു. പിറ്റേ വ്യാഴാഴ്ച ആകുമ്പോൾ നീ ആ ജോലിയിൽ നിന്ന് 4 ദിവസത്തിനുള്ളിൽ നീ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണം, മാറണം, വേറൊരു ജോലി കണ്ടുപിടിക്കണം, അതിനുള്ള അവകാശം നിനക്ക് തരുവാന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് വിളിച്ച് കരഞ്ഞു. എൻ്റെ കൂട്ടുകാരോടെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. സർവ്വസമയം രാത്രി പകലില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കരച്ചിലിനോട് കരച്ചില്ല. അപ്പോൾ എൻ്റെ ഏജൻസി എനിക്ക് ഒരു ജോലി തന്നു. ആ ജോലിയിൽ അവർ ഇൻ്റർവ്യൂ തന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷും ഹീബ്രുവും പ്രാവീണ്യം ഇല്ലയെന്ന് പറഞ്ഞു. അവർ ആ ജോലിയിൽ നിന്ന് എന്നെ വേണ്ടെന്ന് വെച്ചു. 2ാമത്തെ ജോലി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു വെള്ളി ശനി അവധിയാണ്. വ്യാഴാഴ്ച എനിക്കൊരു ജോലിയും കിട്ടിയില്ല. വ്യാഴാഴ്ച ഉച്ചയായി, വെള്ളിയാഴ്ച ആരും വിളിക്കത്തുമില്ല. അപ്പം ഞാൻ വ്യാഴാഴ്ച ശക്തമായിട്ട് ഉച്ചയായപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ്, ഇന്ന് അവസാന ഡേറ്റാണ് ഇനി ഞാൻ എങ്ങനെ നിൽക്കും എന്നോർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് പെട്ടെന്ന് 2:30-3 മണിയായപ്പോൾ എന്നെ വിളിക്കുക, റീന, നിനക്കൊരു ജോലിയുണ്ട്, ആ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്, നിനക്കതിനെ സഹിക്കാൻ പറ്റുമോ? അമ്മച്ചി നല്ല അമ്മച്ചിയൊക്കെയെന്ന് പറഞ്ഞത്, നീ ആ ഒരു ജോലി പോയി കാണുക. അപ്പോൾ ഞാൻ നോക്കുമ്പം ഞാൻ തിബേരീസ് എന്ന സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. അവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്തു പോകണം. എനിക്ക് ബസ് കയറി പോകാനോ ആ പ്രദേശം എവിടെയാണെന്ന് പോലും അറിയാനോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയിലെ ആളോട് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ അതൊന്നും പേടിക്കേണ്ട, നിനക്ക് വേണ്ടി അവർ നിന്നെ വന്ന് കൊണ്ടുപോയി, വെള്ളിയാഴ്ച രാവിലെ നിന്നെ അവരുടെ മോള് വന്ന് കൊണ്ടുപോയി കാണിച്ച് തിരിച്ച് നിന്നെ യഥാസ്ഥാനത്ത് നിന്നെ കണ്ടുപിടിച്ചു. എനിക്കിതിൽ പല സന്തോഷമൊന്നുമില്ല. എൻ്റെ മാതാവ് എനിക്ക് തന്നതാണ്. എന്നെ യാത്ര ചെയ്യാൻ എനിക്ക് അറിയത്തില്ലാത്ത എന്നെ കൊണ്ടുപോയി ജോലി കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. ആ വെള്ളിയാഴ്ച രാവിലെ അവർ വന്നു, എന്നെ ജോലിയിൽ കൊണ്ട് കാണിച്ചു. ഞാൻ നോക്കിയപ്പം മാതാവിൻ്റെ മുഖമുള്ളൊരമ്മച്ചി, നല്ല സ്നേഹമുള്ളൊരമ്മച്ചി, എൻ്റെ പഴയ ജോലിയിൽ നിന്നെല്ലാം എനിക്ക് വിസ്മൃതി കിട്ടുന്നത് പോലത്തെ ഒരു അന്തരീക്ഷം എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇന്നെ ഈ ജോലിയിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞിട്ട് പോന്നു. പോരുന്ന വഴിക്ക് തന്നെ അവൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി, നിനക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ നിനക്ക് ഈ ജോലിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്നാണോ അവർ പോകേണ്ടതെന്ന് പറയുന്നത് അന്ന് നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി, നിൻ്റെ സാധനങ്ങളെല്ലാം അടക്കം ഞങ്ങൾ വരികയോ അല്ലെങ്കിൽ അവർക്കും നിൻ്റെ വസ്തുക്കളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കുകയോ ചെയ്യാം, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ജോലിക്കാരിയെ വേണ്ട, കെയററെ വേണ്ട എന്ന് അമ്മച്ചിയുടെ മോൾ പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മാതാവ് എൻ്റെ ആ ജോലിയിൽ എന്നെ കയറ്റി അവരുടെ ആ വീടിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറുന്നവരെ, ആ കാറിൽ നിന്ന് ഇറങ്ങി ആ സ്റ്റെപ്പിലേക്ക് കയറുന്നവരെ എൻ്റെ മാതാവും ഈശോയും എൻ്റെ ഇടം വലം നിന്നു. അവസാനം എൻ്റെ മനസ്സിൽ പറയുന്നു, നിനക്കായി ഞാനൊരു അമ്മയെ അവിടെ കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. എൻ്റെ അമ്മ മാതാവ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നല്ലൊരു പേഷ്യൻറ്റിനെ തന്ന് നല്ലൊരു ഫാമിലിയെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 സ്തുതി. തുടർന്ന് എൻ്റെ ഭവനം ഒരു ചെറിയ വീടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ പപ്പായ, എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിയാനുള്ള സൗകര്യമില്ലായിരുന്നു.
അപ്പോൾ എൻ്റെ പപ്പായുടെ ആഗ്രഹമായിരുന്നു 2 മുറി. അവർ 2 പേരും ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ബാധ്യതകൾ നീക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഞാനൊരു വീട് പണിത് കൊടുത്തില്ല, ഒരു മുറി പണിത് കൊടുത്തില്ല, അവർക്ക് നല്ലൊരു മുറി കിടക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് കൊടുക്കാതെ എൻ്റെ ബാധ്യതകൾ തീർത്ത് വരുമ്പോൾ അവരെന്നോടൊപ്പം ഇല്ലെങ്കിൽ എനിക്കത് വളരെ സങ്കടമായിപ്പോൾ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ 2 മുറികൾ പണിയാം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് കടബാധ്യതകൾ വരുത്തി വെച്ച് എനിക്കൊരു ഭവനം പണിയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ കാരണം എനിക്ക് ബാധ്യതകൾ ഒത്തിരി എന്നെ പുറകിൽ കിടപ്പുണ്ട്, അതിലേക്ക് എനിക്ക് വലിച്ചിഴയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ പൈസ തരുന്നതിനനുസരിച്ച് എനിക്ക് ഭവനം പണിയണം. അങ്ങനെ തന്നെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ 2 മുറികളും അതിൻ്റെ എല്ലാ പണികളും തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു അടുക്കള മാത്രം അതിൻ്റെ പണികൾ ഇപ്പോഴാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ലീവിന് വന്നു. 2.5 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ ലീവിന് വന്നു. അമ്മ മാതാവ് തന്ന ഭവനം കണ്ട് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ഭവനം തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഞാൻ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വീടിന് പെയിൻ്റ് അടിക്കണം. അതിന് അതിൻ്റെ കളർ ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ ഭർത്താവ് നിശ്ചയിക്കണം എൻ്റെ മനസ്സിലുള്ള കളറായിരിക്കണം അവിടെ അടിക്കേണ്ടത്. അന്ന് ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പം കണ്ട മാതാവിൻ്റെ വസ്ത്രത്തിന് നിറം വെള്ളയും നീലയുമായിരുന്നു. ആ കളറായിരിക്കണം എൻ്റെ ഭവനത്തിൻ്റെ പെയിൻറ്റിൻ്റെ കളർ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ വന്നു പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഏത് കളർ അടിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വെള്ളയും ബോർഡറും നീലം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന കാര്യം ഞാൻ ഇപ്പം മറന്നുപോയി. അപ്പം ഞാൻ അങ്ങനെ പെയിൻ്റ് അടിച്ച് അവസാനം ബോർഡറിൻ്റെ കളർ വന്നു. അപ്പം പെയിൻ്റ് അടിക്കാർ പറഞ്ഞു നമുക്ക് ഒരു മജന്ത കളർ പോലെ അടിച്ചാലോ ചേച്ചി, ചേട്ടൻ എപ്പോഴും നീലയിൽ തലയിലാണ് പിടിച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ജോസേട്ടന് ഏത് കളർ ഇഷ്ടമാണോ അത് അടിച്ചോട്ടെ, എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഈ ഭവനം പണിതത്, മാതാവ് എനിക്ക് ഭവനം തന്നു, അത് ജോസേട്ടന് ഏത് രൂപത്തിൽ പണിയണമെന്നോ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ പണിയാനാണ് ഞാൻ ആഗ്രഹിച്ചതും, കളറും അതുതന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കളറടിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ 1.5 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ അപ്പോഴാണ് എൻ്റെ മാതാവ് എന്നെ ഓർമ്മയിൽ ഒരു പ്രദർശനത്തിൻ്റെ കാര്യം അച്ഛന് ഇവിടെ പറഞ്ഞ ഒരു സാക്ഷ്യത്തിലൂടെ ഒരു ചേച്ചി പറയുന്നത് കേട്ടു. ചേച്ചി ആഗ്രഹിച്ച പോലെ കളറടിച്ച ഒരു കാര്യം, പെയിൻറ്റ് കളറടിച്ച കാര്യം പറയും. അപ്പോഴാണല്ലോ ഞാൻ ഓർത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചല്ലോ ഈ കളറായിരുന്നല്ലോ, ഇത് തന്നെയാണല്ലോ എൻ്റെ ഹസ്ബൻഡും അടിച്ചത്. ഞാൻ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ അങ്ങനെ വന്ന കടങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവരുന്നു. എനിക്ക് ഓരോ പ്രാവശ്യം ജവമാല റാലി വരുമ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ജവമാല റാലിയിൽ സംബന്ധിക്കണം. അപ്പോൾ ഞാൻ ഓർക്കും ഞാൻ എൻ്റെ പിള്ളേരുടെ ലീവ് നോക്കിയാണല്ലോ വരുന്നത്, ഇനി അടുത്ത വർഷവും ഞാൻ ഏപ്രിൽ വരാനിരിക്കുന്നു, ഇനി പിന്നത്തെ വർഷം വേണം ഞാൻ ഒക്ടോബറിലെ ലീവിന് വരണം, ജവമാല റാലി കൂടണം എന്ന് ഞാൻ വളരെയായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോഴും മാതാവ് എന്നെ ക്ഷണിച്ചു, ജവമാല റാലി നീ ഈ വർഷം തന്നെ കൂടണം. അത് മാതാവിൻ്റെ ആഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സെപ്റ്റംബർ എൻ്റെ ഹസ്ബൻഡിന് കൈക്കൊരു തളർച്ച പോലെ വന്നു. സെപ്റ്റംബർ 18-ാം തീയതി ആ തളർച്ച ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അല്ല സ്ട്രോക്ക് അല്ല എന്ന് മനസ്സിലായി. പിന്നെ ന്യൂറോനെ കാണിച്ചു. ഒരാഴ്ച ഹാരിത്താസ് ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം പൂർണ്ണമായിട്ടും കഴുത്തിന് താഴോട്ട് തളർന്നു പോയി. എൻ്റെ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്നോട് കൂടെ ഉണ്ടായിട്ടും എനിക്ക് സങ്കടങ്ങൾ തരുന്നത് എന്തേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ജോസഫ് അച്ഛൻ ഓരോ പ്രാവശ്യവും ധ്യാനത്തിൽ പ്രസംഗത്തിൽ പറയുമായിരുന്നു, ഓരോ നമുക്ക് സഹനങ്ങളും ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും മാതാവിൻ്റെ ഇഷ്ടത്തിനുമായിട്ട് ഞാൻ അതിന് താഴ്മയോടെ സമർപ്പിച്ചു. എന്നിട്ട് മാതാവ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി വരണം. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ഭർത്താവിനോടൊപ്പം അല്ലാതെ ഞാൻ നടന്നിട്ടില്ല. ഞാൻ തിരിച്ചു പോരുമ്പോഴും ഞാൻ നാട്ടിൽ പോരാൻ അന്ന് തീരുമാനിച്ചില്ല കേട്ടോ. അന്ന് പൈസ വേണമല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പറയും നീ ഇപ്പോൾ വരണ്ട, കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർ നോക്കിക്കോളും, നീ പൈസ വേണ്ട, ജോലി ചെയ്താൽ പൈസ കിട്ടത്തില്ലല്ലോ. അപ്പം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, ഹോസ്പിറ്റൽ ചിലവുകളുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥന, കൃപാസനത്തിലെ പ്രാർത്ഥന, എല്ലാവരും ഒത്തിരി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സോണിയെ ഞാൻ വിളിച്ചു, എടി ഞാൻ എന്നെ ചെയ്യേണ്ടത്. അപ്പോൾ സോണി എന്നോട് പറഞ്ഞു, വിജയകുമാർ സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, നീ വിജയകുമാർ സാറിനെ ഒന്ന് വിളിച്ച് നോക്ക്, സാർ എന്ത് പറയുന്നു അതുപോലെ നീ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനെ വിളിച്ചു. രാവിലെ സാറിനെ വിളിച്ച് കഴിയുമ്പോൾ സാർ എടുത്തു. അപ്പോൾ സാറിനോട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാർ എന്നോട് ചോദിച്ചു, നീ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നോ, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോ, നിൻ്റെ ഭർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, നീ പോയി പ്രാർത്ഥിക്കുക, നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് അരികിൽ നിന്ന് വേണം നീ പ്രാർത്ഥിക്കാൻ, നീ വേഗം തിരിച്ചു പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒറ്റ പൈസയില്ല, എൻ്റെ
ടിക്കറ്റ് എടുക്കാൻ പോലും എൻ്റെ ഈ പൈസയില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നാട്ടിൽ പോകണം. എൻ്റെ ഹസ്ബൻഡിന് ഇത്ര അവസ്ഥയിലാണ്. ഞാൻ നാട്ടിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പോലും അറിയത്തില്ല. എൻ്റെ അമ്മ മാതാവ് ഓരോ രൂപത്തിൽ എൻ്റെ ഓരോ കൂട്ടുകാരും ഞാൻ അറിയാതെ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരുന്നു. എൻ്റെ ഫാമിലിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ഭർത്താവിൻ്റെ അടുക്ക പോകണം, അത് ഞങ്ങൾക്കും അത് ഇഷ്ടമാണ്, അവനെ ശുശ്രൂഷിക്കേണ്ട സമയമാണ്, നീ പെട്ടെന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അവർ ഒരു ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം എനിക്ക് ശരിയാക്കി തന്നു. പിറ്റേ ദിവസം തന്നെ ഒരു ചേട്ടനാണെങ്കിൽ പൈസ പോലും കൊടുത്തില്ല. ഒരു ചേട്ടൻ എനിക്ക് ടിക്കറ്റ്, ഞാൻ പറഞ്ഞു ചേട്ടാ 10-ാം തീയതി എൻ്റെ കൂട്ടുകാർക്ക് പൈസ കിട്ടത്തുള്ളൂ, ആ സമയത്ത് ഞാൻ പൈസ തരികയുള്ളൂ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് ആശുപത്രി ചിലവുകൾക്ക് വേണം. ചേട്ടൻ പറഞ്ഞു, റീന നീ ധൈര്യമായിട്ട് പൊക്കോ, എന്നോട് ഞാൻ പൈസ ഒന്നും ചെയ്യുന്നത്, നിൻ്റെ കയ്യിലുണ്ടാകുന്ന പോലെ നീ എനിക്ക് ടിക്കറ്റിന് തന്നാൽ മതി. അങ്ങനെ ഞാൻ 10-ാം തീയതി കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 10-നാണ് ആ ചേട്ടന് ഞാൻ പൈസ ഇട്ട് കൊടുത്തത്. അതിനുശേഷം എൻ്റെ ആശുപത്രിയിൽ ഞാൻ വീട്ടിലായിരുന്നു, അവിടെ ഇസ്രയേലിലായിരുന്നപ്പോൾ തന്നെ പോരുന്നതിൻ്റെ തലേദിവസം ഒരു ദിവ്യകാരുണ്യ ആരാധന കൂടി. ആ ആരാധന സമയത്ത് ഞാൻ കരഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെഡിന് അടുത്ത് വലത് സൈഡിൽ ഈശോ വന്ന് നിൽക്കുന്നു. ഈശോയുടെ ഇടത് കൈ എൻ്റെ ഹസ്ബൻഡിൻ്റെ വലത് കൈക്കകത്ത്, ഹസ്ബൻഡിൻ്റെ വലത് കൈയും ഈശോയുടെ വലത് കൈ കൊണ്ട് കഴുത്തിന് താഴോട്ട് തടവിക്കൊണ്ടിരിക്കുന്നു. കാല് വരെ തൊട്ട് പുറകിലായിട്ട് മാതാവ് വന്ന് നിൽക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ധരിച്ചിരിക്കുന്ന വസ്ത്രമാണെങ്കിൽ നീലയും. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇതുവരെ കണ്ടിട്ടില്ല, പോയിട്ടില്ല, ഒന്നും അറിയില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ഹസ്ബൻഡ് ധരിച്ചിരിക്കുന്ന അവിടുത്തെ യൂണിഫോമാണ് നീല. ഞാൻ അന്ന് മാതാവ് ഈശോയെ അവിടെ നിൽക്കുന്നത് കണ്ട് അന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്കറിയാം എൻ്റെ ഈശോയും എൻ്റെ മാതാവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് എൻ്റെയോടൊപ്പം സുരക്ഷിതനായിട്ട് എന്നെ ഈ നടയിൽ കയറ്റി നിർത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ നടയിൽ കയറി നിന്ന് എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം എൻ്റെ മാതാവിനെ ഈശോയെയും സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള അനുഗ്രഹവും അന്ന് പറയുന്നതിനുള്ള അനുഗ്രഹവും എന്നെ നൽകണമേ. ആ അനുഗ്രഹം ഇന്ന് എനിക്ക് തന്ന് ഒക്ടോബർ 3-ാം തീയതി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ രേഖകളുമായിട്ട് ഞാൻ ഇവിടെ വരികയും എൻ്റെ ഉടമ്പടി പുതുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. കാരണം തലേ ദിവസം എനിക്ക് വയറങ്ങ് ഗ്യാസ് കയറി വേർത്തിട്ട് ഞാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പം ഞാൻ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അച്ഛന് വയറിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഞാൻ ഇന്നലെ എന്തോരം അസ്വസ്ഥത അനുഭവിച്ച്, അച്ഛൻ ഇത്രയും അസ്വസ്ഥതകളും അനുഭവിച്ചുകൊണ്ടല്ലേ ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ അനുഗ്രഹിക്കുന്നത് എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അച്ഛൻ എൻ്റെ അടുക്ക് വന്നു, പേപ്പറുകൾ മേടിച്ചു, പോയി പ്രാർത്ഥിച്ചു, തിരിച്ചു കൊണ്ടുതന്നു. അടുത്ത ആളുടെ അടുക്ക ചെന്നു. അപ്പോൾ അവരവരുടെ അസുഖകാര്യങ്ങൾ പറയുന്നു. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഞാൻ അച്ഛനോട് എന്ത് പറയാനാണ് വന്നത്? ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഈ രേഖകൾ മാത്രം കൊടുത്തതേ ഉള്ളല്ലോ എന്നോർത്തു. അത് കഴിഞ്ഞ് അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ചു വന്നു, കാശുരൂപം തന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത് അച്ഛനോടൊന്ന് പറയാം, അച്ഛാ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നടന്നു വരണം കേട്ടോ എന്നും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വീണ്ടും ആ ഫോട്ടോയും ആ രേഖകളും വാങ്ങിച്ചുകൊണ്ട് ഒന്നുകൂടെ മാതാവിൻ്റെ ഈശോയുടെ ഇടയ്ക്കും കൊണ്ട് പ്രാർത്ഥിച്ചു, തിരിച്ചു കൊണ്ട് തന്നു. നീ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഓർത്തു, ഉടമ്പടിക്ക് ഇനിയും സമയമുണ്ട്, എന്നാൽ ഒന്ന് കുമ്പസാരിച്ചിട്ട് വരാം. കുമ്പസാരിക്കാൻ പുറത്തേക്ക് ഇറങ്ങി സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു, സെക്യൂരിറ്റി ചേട്ടാ എവിടെയാണ് കുമ്പസാരം നടക്കുന്നത്? എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ അടുത്ത് നിന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു, വാ മോളെ നമുക്ക് കുമ്പസാരിക്കാൻ പോകാം. അപ്പോൾ ചേച്ചി ഉടനെ കുടയൊക്കെ നിവർത്തി കുമ്പസാരിപ്പിക്കാൻ എന്നെ കൊണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്നോട് വർത്താനമൊക്കെ പറഞ്ഞു, ഒന്നും സാരമില്ല, നിൻ്റെ സുഖമാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുമ്പസാരിക്കാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ അവിടെ കുമ്പസാരം നിർത്തി റെസ്റ്റിന് വേണ്ടി പോയേക്കും. അപ്പം ഞാൻ ആ നട അങ്ങ് കയറി ചെല്ലുമ്പം അച്ഛൻ ഇറങ്ങി വരികയാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ വന്നതാണ്, ഞാൻ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളുകളായി, എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ കുമ്പസാരിപ്പിച്ചു. ഞാൻ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു സിസ്റ്ററിനെ എടുക്കാൻ ചെന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നെ നിനക്ക് ഇത്ര സങ്കടം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഈ വയ്യാതെയാണ്, എനിക്കാണ് ഒരു ആഗ്രഹമുണ്ട്, അടുത്ത ജവമാല റാലിക്കെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പങ്കെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്രാവശ്യം നിനക്ക് ആഗ്രഹമില്ലേ? ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം ആഗ്രഹമുണ്ട്, നീ ഈശോയോട് ചെന്ന് പറഞ്ഞിട്ട് പോക്കോ, ഇപ്രാവശ്യം നിൻ്റെ കൂടെ നിൻ്റെ ഹസ്ബൻഡ് ജവമാല റാലിയിൽ പങ്കുചേരും. അങ്ങനെ ഞങ്ങൾ ജവമാല റാലിയിൽ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ചേച്ചിയോടൊപ്പം ഞങ്ങൾ ഫുള്ള് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആ സമയം ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അർത്തങ്കപ്പള്ളിയിൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ നോക്കി അവിടെ വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കാരണം വണ്ടിയിൽ നിന്ന് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒരാൾ വേണം. അതുകൊണ്ട് പുള്ളി ആ കാറിൽ തന്നെ ഇരുന്ന് സമയം ചിലവാക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹവും ജവമാല റാലിയും
വരാനുള്ള ആഗ്രഹവും സാധിച്ചു. ഇന്ന് മാതാവിൻ്റെ അടുക്ക വന്ന് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ മാതാവിൻ്റെ അടുക്കലേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, എൻ്റെ ജോലിയെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി എൻ്റെ കൃപാസനത്തിൽ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവിടെ വന്ന് ഈ മണ്ണിൽ കാലുകുത്തി ഓരോരുത്തരെയും ദൈവമാതാവ് അനുഗ്രഹങ്ങളുടെ പെരുമഴ ചൊരിഞ്ഞ് സമർപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോസഫച്ചന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയും ഈശോനാഥനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് സഹായിച്ച എൻ്റെ കൂട്ടുകാർക്കും എന്നെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥന സമർപ്പണം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈശോയ്ക്കും മാതാവിനും വേണ്ടി സമർപ്പിക്കുന്നു. ആമേൻ. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്ത അന്ന് തൊട്ട് എനിക്ക് മറ്റുള്ളവരോട് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ചോദിക്കാനുള്ള ഒരു മടിയുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എനിക്കറിയാവുന്നവരെ ഞാൻ അന്ന് തൊട്ടേ സഹായിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം അവർക്ക് ഇന്ന ആവശ്യമുണ്ട്. അവരുടെ ആവശ്യങ്ങളിലേക്ക് ഞാൻ എപ്പോഴും എനിക്ക് സഹായം ഞാൻ എത്തിച്ചു കൊടുക്കും. എൻ്റെ ഹസ്ബൻഡായാലും ഒത്തിരി പരോപകാരം പള്ളിയിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഹസ്ബൻഡിനെ സഹായിക്കാറുണ്ട്, ഞാൻ സഹായിക്കാറുണ്ട്. സാമ്പത്തികമായിട്ടും ശാരീരികമായി പ്രാർത്ഥനാപരമായിട്ടും ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ഞങ്ങളുടെ കുടുംബം. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രങ്ങൾ മേടിച്ച് വിതരണം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായാലും ഞാൻ ഇസ്രയേലിലെ എൻ്റെ കുറേ കൂട്ടുകാർക്ക് കൊണ്ട് കൊടുത്തു. അതുപോലെ എയർപോർട്ടിലായാലും കുറേ മലയാളികൾ കണ്ടപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. മറ്റുള്ളവരിലേക്ക് ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയിക്കുന്നുണ്ട്. ഈശോയ്ക്കും ഇനി കൂടുതൽ ഈശോയിലെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ കൃപാസനത്തിലേക്ക് കൂടുതൽ പേരെ ആനയിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ആമീൻ. പ്രഭാഷകൻ 2, 5, 6 തിരുവചനങ്ങൾ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. റീന എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിയോടൊത്ത് കുടുംബത്തിന് ലഭിച്ച മരിയൻ ഉടമ്പടി ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്തു അമ്മ മാതാവ് കൂടെ നിന്ന് ജീവിത വിഷയങ്ങൾ തരണം ചെയ്യുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. ഒന്ന് മാത്രം ഉടമ്പടിയിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഉടമ്പടിയോട് നമുക്ക് വിശ്വസ്തത ഉണ്ടാവണം. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുവാനുള്ളതല്ല, നമ്മുടെ കാര്യങ്ങൾ സ്വസ്ഥമായി കഴിയുമ്പോൾ നിർത്തിവെക്കാനുള്ളതുമല്ല. നമ്മൾ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. കേവല കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയല്ലിത്. ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുന്ന വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് അത് ഈ ലോകത്തിൽ നിന്ന് മറുലോകത്തിലേക്ക് കടന്നു പോകുന്നത് വരെയും ഉടമ്പടിക്ക് ജീവിതത്തിൽ പ്രസക്തിയുണ്ട്. സഹോദരി പറയുന്നുണ്ട്, അവിടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 1-2 കാര്യങ്ങൾ ഉള്ളിൽ ചിന്തകളുണ്ട്. ഒന്ന്, അമ്മയുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം. മക്കളുടെ അവധി നോക്കി വരുമ്പോൾ റാലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അത് അമ്മയുടെ അരികിൽ ഒരു പ്രാർത്ഥനയായി നിൽപ്പുണ്ട്. മറ്റൊന്ന്, ശാന്തമായി പോകുമ്പോൾ കടബാധ്യതകൾ മാറാൻ വേണ്ടി കാത്തിരുന്നാൽ വൃദ്ധരായ മാതാപിതാക്കൾക്കൊരു ഭവനം കൊടുക്കുവാൻ സാധിക്കില്ല. അതിനുള്ള കാര്യങ്ങൾ അവർക്ക് ശാന്തതയോടെ സന്തോഷത്തോടെ അന്തിയുറങ്ങുവാനുള്ളൊരു ഭവനത്തിൻ്റെ നിർമ്മാണം തുടങ്ങുവാൻ ആ നാളുകളിൽ തീരുമാനമെടുത്തു. കൈകളിൽ ഉള്ളതുകൊണ്ടല്ല, അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട്. വളരെ അവിചാരിതമായി അപ്പച്ചനുണ്ടാവുന്ന രോഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. തളർന്നു പോകുന്നു. നാട്ടിൽ വരുവാൻ അപ്പോഴും ഒരു ആശങ്കയുണ്ട്, വരണോ വേണ്ടയോ, വന്നാൽ വരുമാനമൊന്നും ഇല്ലല്ലോ. ഈ ക്ലേശങ്ങളൊക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ വിജയകുമാർ സാറിലൂടെ വ്യക്തമായൊരു സന്ദേശം കിട്ടുന്നു. ഇപ്പോൾ നീ ഭർത്താവിനെ പരിചരിക്കണം, കാശ് നോക്കാതെ നീ തിരികെ പോരുക. പക്ഷേ നമ്മളൊരു പ്രതിസന്ധിയുടെ നടുക്കടലിലാണെങ്കിലും അമ്മയാണ് നയിക്കുന്നതെങ്കിൽ, അമ്മയുടെ സന്ദേശമാണെങ്കിൽ അതിനൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമുണ്ടാവും. സഹോദരി പറയുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോൾ പലരും പല വിധത്തിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം നൽകി സഹായിച്ചു, ടിക്കറ്റ് എടുത്തു നൽകി സഹായിച്ചു. ഭർത്താവിനെ വന്നു കണ്ട് പ്രാർത്ഥിക്കുവാൻ അവസരമൊരുക്കി അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയുടെ ഒപ്പം ചേർന്നു. അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ നിയോഗം അത് വളരെ കൃത്യതയുള്ളതാണെങ്കിൽ, ഉടമ്പടി ജീവിതം വൃത്തിയുള്ളതാണെങ്കിൽ,
മറ്റാരിലും നമുക്ക് രക്ഷയില്ലെന്ന് ഉറപ്പോടുകൂടി ദൈവകരങ്ങളിലേക്ക് ദൈവിക ഇടപെടലിന് വേണ്ടി സമർപ്പിക്കുന്ന വിഷയമാണെങ്കിൽ അതിന് നമുക്ക് അമ്മ മാതാവിലൂടെ ഈശോ ഉടനടി പരിഹാരം നൽകിക്കൊണ്ടിരിക്കും. ആയിരക്കണക്കിന് മക്കൾക്ക് അനുഗ്രഹമാകുന്ന വലിയൊരു പദ്ധതിയാണ്, ദൈവിക പദ്ധതിയാണ് അച്ഛനീ അൾത്താരയിൽ എന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൈവപ്പ് ശുശ്രൂഷയുടെ പ്രാർത്ഥന. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ഫോട്ടോ കാണിച്ച അച്ഛനോട് പ്രാർത്ഥന യാചിച്ചു, വന്ന് 3-ാം തീയതി വന്ന് യാചിച്ചു. ഒക്ടോബർ 25-ാം തീയതി സഹോദരൻ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ തളർന്നു കിടന്ന വ്യക്തി യാത്ര ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ ആരോഗ്യം പ്രാപിച്ച് ഈ അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ എത്തിച്ചേർന്നുവെന്ന ദൈവത്തിൻ്റെ ശക്തി വലുതാണ്. ദൈവിക ഇടപെടലുകൾക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. നമ്മളൊന്ന് സഹകരിക്കുവാൻ സന്മനസ്സുണ്ടോ, ഏത് ജീവിത വിഷയത്തിലും ദൈവിക തീരുമാനം വേഗമുണ്ടാവും. ഈ അപ്പച്ചൻ ഇന്ന് നടന്നു വന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ കുടുംബം ഒരുമിച്ച് പറയുന്നു, ആശ്രയിക്കുന്ന ദൈവം, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാവ് കൂടെ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന. പ്രിയമുള്ളവരെ, ഓരോ സാക്ഷ്യവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓരോ സാക്ഷ്യവും ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ, ഇന്നും സഹായിക്കുന്ന പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ ഇടപെടലുകളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ലോകത്തിലേക്ക് വിളിച്ചു പറയുകയാണ്. ശരണപ്പെട്ട് പ്രാർത്ഥിക്കാം, പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കണമേ എന്ന് അമ്മയോട് നിരന്തരം പറഞ്ഞുകൊണ്ട് ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം പൂർവ്വദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.